എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്കറിയാം നമ്മുടെ +2 സേ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് എക്സാം ഏകദേശം എടുത്തു കഴിഞ്ഞു. എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയൊരു ക്ലാസ്സാണ്. അതായത് നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഈ ഒരു സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇംഗ്ലീഷ് എക്സാം പല കുട്ടികളും എന്നോട് വാട്സപ്പിലും അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, സാറ് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പഠിക്കേണ്ടത്, അതല്ലെങ്കിൽ സാറ് അതിൻ്റെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സിൻ്റെ PDF ഒന്ന് വിട്ടു തരുമോ, അങ്ങനെയൊക്കെ പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരോടെല്ലാം എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം അതായത് പ്രീവിയസ് ഇയേഴ്സ്, അതായത് നമ്മുടെ പഴയകാല +2ൻ്റെ പഴയകാല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ആ ഒരു ഭാഗമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. കാരണം ഇപ്പോൾ പല കുട്ടികളും ഇംഗ്ലീഷിൽ ഫെയിലായിട്ടുണ്ടാകും. ഫെയിലാവാനുള്ള കാരണം അവർക്ക് ഇംഗ്ലീഷിനെ പറ്റി കൂടുതൽ അറിവില്ല, അതായത് സ്വന്തമായിട്ട് എഴുതാൻ കഴിവില്ലാത്ത കാരണത്താലാണ് അവരെന്ത് ഇംഗ്ലീഷിൽ ഫെയിലാവാനുള്ള കാരണം. ഇത്തരം കുട്ടികൾ ചെയ്യേണ്ടത് എന്താണ്, അതായത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണോ അതിൻ്റെ ആൻസേഴ്സ് എഴുതി പഠിക്കുകയാണ് വേണ്ടത്. അല്ലാതെ കുറേ PDF മേടിച്ച് വെച്ചിട്ട് ഒരിക്കലും ഒരു കാര്യമില്ല. പിന്നെ രണ്ടാമത് പറയാനുള്ള കാരണം, നമ്മൾ എക്സാമിൻ്റെ 2 ദിവസം മുന്നേ നോക്കിക്കഴിഞ്ഞാലൊന്നും നമുക്ക് ഒരിക്കലും എക്സാമിന് പാസ്സാകാൻ കഴിയില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യണം, ഒരു 4-5 ആഴ്ച മുന്നെങ്കിലും നമ്മൾ എന്തിനും അതിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് സാധാരണ നമ്മുടെ +2ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് പോയിന്റ് കമ്പാരിസൺ, പിന്നെ ജോബ് അപ്ലിക്കേഷൻ ലെറ്റർ വിത്ത് റെസ്യൂം, അതേപോലെ തന്നെ ഇമെയിൽ, സ്പീച്ച്, ബ്ലോഗ്, ബ്ലർബ്, ക്യാരക്ടർ സ്കെച്ച്, റിപ്പോർട്ട് ഓഫ് എ പ്രോഗ്രാം, ചിലപ്പോൾ പ്രൊഫൈൽ, ക്യാരക്ടർ സ്കെച്ച്. ഇത്തരം ക്വസ്റ്റ്യൻസാണ് സാധാരണ നമുക്ക് നമ്മുടെ +2 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ളത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ആൻസർ എങ്ങനെയാണ് എഴുതുക. അതായത് ഞാൻ എൻ്റെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം. അതായത് ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാത്തിനും എഴുതാൻ പറ്റിയൊരു സിമ്പിളായ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഏതൊരു ആൻസറിൻ്റെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതാൻ പറ്റിയൊരു 4-5 ലൈനാണ്. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യം നിങ്ങൾ അതാണ് പഠിക്കേണ്ടത്. അതായത് ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ആൻസർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം, പല കുട്ടികളും എന്നോട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു PDF ഒന്ന് വിട്ടുതരുമോ. ഈ PDF വിട്ടെന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു കാര്യമല്ല. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ ആൻസേഴ്സ്, അതായത് എങ്ങനെ എഴുതുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, PDF നോക്കേണ്ടത്. ക്ലിയർ ആയോ? അപ്പോൾ ഈ പറഞ്ഞ എല്ലാതിൻ്റെയും ഒരു ജസ്റ്റ് ഒരു ഐഡിയ, അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാസ്സുകളും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. ഒരു വട്ടം അയച്ചാലും ഞാൻ ചിലപ്പോൾ മെസ്സേജ് കണ്ടോളുന്നില്ല, കാരണം നിരവധി മെസ്സേജും കാര്യങ്ങളും വന്നിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തവണയും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിക്കൊണ്ട് ഒരു 10-40 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എഴുതി പഠിക്കേണ്ടത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. എന്തായാലും നന്നായിട്ട് പഠിക്കുക. നന്നായി പഠിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിക്കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.